ബിഹേവിയറിസ്റ്റ് വ്യൂസിൽ വരുന്ന രണ്ടാമത്തെ ലേണിംഗ് തിയറിയാണ് ട്രയൽ ആൻഡ് എറർ തിയറി. ഇന്ന് നമുക്കത് പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറിയുമായിട്ട് ഈ തിയറിക്ക് പല സാമ്യങ്ങളും നിങ്ങൾക്ക് തോന്നാം. അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇനി ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗിൽ പോവാം. അവിടെ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ. വളരെ എലാബറേറ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ കാണുന്നതോടുകൂടെ ട്രയൽ ആൻഡ് എറർ തിയറി എന്താണെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ എവിഡൻസസും ഒപ്പം ഈ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ലോസും സബോർഡിനേറ്റ് ലോസും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് തൊണ്ടൈക് ആണ്. ഈ പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് എക്സ്പെരിമെന്റ് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. തൊണ്ടൈക് ആണ് ട്രയൽ ആൻഡ് എറർ തിയറി കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചു അല്ലേ? അതെന്തായിരുന്നു? എസ് ടൈപ്പ് തിയറി ആയിരുന്നു. അവിടെ നമ്മൾ സ്റ്റിമുലസ് മാറ്റി മാറ്റി കൊടുത്തിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ തൊണ്ടൈകിൻ്റെ തിയറിയെ പറയുന്ന പേര് SR തിയറി എന്നാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം എസ് ടൈപ്പ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് SR ടൈപ്പ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ എന്താണ് ഇങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ ലേണിങ് പഠനം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു SR കണക്ഷൻ ഉണ്ടായി വരുന്നുണ്ട് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ബിൽഡിംഗ് SR കണക്ഷൻസ് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. എന്താണ് എസും ആറും? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലസ്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ്. അപ്പോൾ നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുക. ഇനി ആ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഈ കണക്ഷൻ ഉണ്ടല്ലോ, ആ കണക്ഷനാണ് ഈ തിയറിയിൽ പ്രാധാന്യം. ഈ കണക്ഷൻ വളരെ സ്ട്രോങ് ആണ് എങ്കിൽ എന്താണ്, എപ്പോൾ ഈ സ്റ്റിമുലസ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ആ റെസ്പോൺസ് നമുക്ക് കിട്ടും. കണക്ഷൻ വീക്ക് ആണെങ്കിലോ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമുക്ക് ആ റെസ്പോൺസ് കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത് SR കണക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ തിയറിയുടെ മറ്റൊരു പേരാണ് കണക്ഷനിസം, തിയറി ഓഫ് കണക്ഷനിസം. കാരണം എന്താണ്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ഈ കണക്ഷനാണ് തിയറിയിൽ പ്രധാനം. ഇനി ഈ കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ ബോണ്ട് എന്നുള്ളൊരു പേര് പറയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ തിയറിക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് ബോണ്ട് തിയറി. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറിക്ക് ഒരുപാട് പേരുകളുണ്ട്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ട്രയൽ ആൻഡ് എറർ തിയറി, രണ്ടാമത്തത് SR തിയറി, മൂന്നാമത്തെ പേര് തിയറി ഓഫ് കണക്ഷനിസം, നാലാമത്തത് ബോണ്ട് തിയറി. ഇനി ഈ തിയറിയുടെ ഒരു ഉള്ളടക്കം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് SR കണക്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കണക്ഷൻസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതുകൊണ്ടാണ് ഈ തിയറിക്ക് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമെന്നാണ് തിയറി ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്? നമ്മൾ മാത്സിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആദ്യം ഒരു റെസ്പോൺസ് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഒരു മെത്തേഡ് കൂടെ ചെയ്ത് നോക്കും. മെത്തേഡ് കൂടെ ചെയ്ത് നോക്കിയിട്ട് അത് തെറ്റാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അടുത്ത മെത്തേഡ് യൂസ് ചെയ്യും. അത് ചെയ്ത് നോക്കി തെറ്റാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അടുത്ത മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ അവിടെ നിർത്തുക. അതാണ് ഓരോ മെത്തേഡുകൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് എറർ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാം, പിന്നെ അടുത്ത മെത്തേഡ് യൂസ് ചെയ്യുക, അടുത്ത മെത്തേഡ് യൂസ് ചെയ്യുക. അങ്ങനെ ശരിയാകുന്നത് വരെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഓരോരോ മെത്തേഡുകൾ ട്രൈ ചെയ്ത് അവസാനം തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് പോകുമ്പോഴാണ് അത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നടക്കുക എന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്? ട്രയൽ ആൻഡ് എറർ തിയറിയിൽ പറയുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വെറുതെ നമുക്ക് തിയറികൾ എഴുതി കൂട്ടി വിടാനായിട്ട് പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ആവശ്യമാണ്. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ ഞാൻ പറഞ്ഞു തൊണ്ടൈക് ആണ് കൊണ്ടുവന്നത്. തൊണ്ടൈക് പരീക്ഷണം നടത്തിയത് പൂച്ചകളിലാണ്. അപ്പോൾ ഓർത്തു വയ്ക്കാനായിട്ട് നമുക്കിതിനെ തങ്കുപൂച്ച എന്ന് വിളിക്കാം. തങ്കുപൂച്ച ഫേമസ് ആയതുകൊണ്ടാണ് ഈ പേരിട്ടത് കേട്ടോ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി, തൊണ്ടൈക്, തങ്കുപൂച്ച. അപ്പോൾ നിങ്ങൾ മറക്കില്ല. അപ്പോൾ എക്സ്പെരിമെൻ്റ് നടത്തിയത് പൂച്ചയിലാണ്. നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം.
അപ്പോൾ പൂച്ചയിലാണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു പൂച്ചയെ വരയ്ക്കാം. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിൽ ഇതൊരു പൂച്ചയാണ് കേട്ടോ. പൂച്ചയിലാണ് പരീക്ഷണം നടത്തിയത്. തൊണ്ടയ്ക്ക് ചെയ്തത് ഇത്രയേ ഉള്ളൂ. പാവം പൂച്ച വിശന്നിരിക്കുന്ന ഒരു പൂച്ചേനെ പിടിച്ചിട്ട് ഒരു കൂട്ടിലിട്ടു. ഈ കൂടിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്ട്രിങ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു കൂട്ടം വള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഈ വള്ളി പിടിച്ച് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കൂട് തുറക്കും. അതാണ് കൂടിൻ്റെ സെറ്റപ്പ്. അപ്പോൾ വിശന്നിരിക്കുന്ന പൂച്ചേനെ പിടിച്ച് കൂട്ടിലിട്ടു. കൂടിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. എന്നിട്ട് പുറത്ത് മീൻ വെച്ച് കൊടുത്തു. അപ്പോൾ പൂച്ചയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നിട്ട് ആ മീൻ എടുക്കണം എന്നാണ് പൂച്ചയുടെ ചിന്ത അല്ലേ. അപ്പോൾ പൂച്ച കഷ്ടപ്പെട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഈ കൂടിൻ്റെ കമ്പികളിലൊക്കെ കൈയിട്ടാക്കി അങ്ങനെയാക്കി അവസാനം കുറേ ശ്രമിച്ചിട്ട് അവസാനം എങ്ങനെയൊക്കെയോ അബദ്ധത്തിൽ ഈ സ്ട്രിങ് പിടിച്ച് വലിച്ച് പുറത്തേക്കെത്തി മീൻ തിന്നു. അടുത്ത ദിവസം വീണ്ടും പൂച്ചയ്ക്ക് വിശക്കണ സമയമാകുമ്പോൾ ഇതിനെ പിടിച്ച് കൂട്ടിലിടും. പൂച്ച വീണ്ടും പരാക്രമം അടിച്ച് മീൻ വെക്കും കൂട്ടിലിട്ടിട്ട് മീൻ പുറത്ത് വയ്ക്കും. പൂച്ച വീണ്ടും പരാക്രമം അടിച്ച് എങ്ങനെയൊക്കെയോ ഇത് തുറന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെ കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പൂച്ചയ്ക്ക് ടെക്നിക്ക് പിടികിട്ടും. അത്രേ ഉണ്ടാവുള്ളൂ. ആദ്യം പൂച്ച ഒരുപാട് സമയമെടുത്ത് കൂട് തുറന്നു എങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും പൂച്ചയ്ക്ക് കാര്യം പിടികിട്ടി. ഈ വള്ളിയും എന്തോ ചെയ്യുമ്പോഴാണ് തുറക്കാൻ പറ്റണത്. അപ്പോൾ പിന്നെ വള്ളിയുമ്പോൾ മാത്രം തിരിപ്പിടിച്ചു തുടങ്ങും. അങ്ങനെ അവസാനം മനസ്സിലാകും ഈ വള്ളി വലിക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അവസാനമാകുമ്പോൾ വിശക്കുന്ന പൂച്ചേനെ പിടിച്ച് കൂട്ടിലിട്ടു. മീൻ പുറത്ത് വെച്ചാൽ ഉടനെ പൂച്ച പോയിട്ട് വള്ളി പിടിച്ച് വലിക്കും, ഡോറ് തുറന്ന് പുറത്ത് പോയിട്ട് മീൻ കഴിക്കും. അതാണ് എക്സ്പെരിമെൻറ്റ് തൊണ്ടയ്ക്ക് നടത്തിയത്. തൊണ്ടയ്ക്ക് ആക്ച്വലി വേറെ ഒരുപാട് മൃഗങ്ങൾ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പൂച്ചയുടെ എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ ലേണിംഗ് എന്ന് പറയുന്നത് SR കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ SR കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ സംബന്ധിക്കുന്ന കുറച്ച് നിയമങ്ങൾ, കുറച്ച് ലോസ് തൊണ്ടയ്ക്ക് പറയുന്നുണ്ട്. അതും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ആ ലോസ് നോക്കാം. ഓരോ ലോകളും നമുക്ക് എക്സ്പെരിമെൻറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ലോ ഓഫ് റെഡിനെസ് ആണ്. നോക്കാം, ഈ പൂച്ചയ്ക്ക് വിശക്കണില്ല എന്ന് വിചാരിക്കാം, അതുപോലെ ഇവിടെ മീനില്ല എന്ന് വിചാരിക്കാം. പൂച്ച ഇത്രയും കഷ്ടപ്പെട്ട് കൂട് തുറന്ന് പോകാനായിട്ട് ശ്രമിക്കുമോ? ഇല്ല. അപ്പോൾ പൂച്ചയ്ക്കൊരു താല്പര്യം വേണം, പൂച്ച റെഡി ആവണം, പുറത്തേക്ക് പോകണമെന്നുള്ളൊരു റെഡിനെസ് പൂച്ചയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൂട് തുറക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ലേണിങ്ങിലേക്ക് വരുമ്പോഴും ഒരു കുട്ടി പഠിക്കാൻ റെഡി ആണെങ്കിലാണ് അവൻ പഠിക്കുകയുള്ളൂ. നമ്മൾ പറയില്ലേ, ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുതിരനെ നമുക്ക് പുഴയുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും, വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ 20 ആൾ വിചാരിച്ചാൽ അതിനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല. അതിന് കുതിരനെ വിചാരിക്കണം. അതേ കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് കുട്ടി വിചാരിക്കണം, കുട്ടി റെഡി ആവണം. അതാണ് ഒന്നാമത്തെ ലോ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ലോ ഓഫ് എക്സർസൈസ് ആണ്. ഇതിൽ നോക്കുക, ആദ്യത്തെ തവണ പൂച്ച ഒരുപാട് സമയം എടുത്തിട്ടാണ് പുറത്തേക്ക് കടന്നത് അല്ലേ. പിന്നെ കുറേ നാൾ നമ്മൾ ഇതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തായി? അവസാനം പൂച്ച വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയത്തിൽ ഒരുപാട് എഫേർട്ട് എടുക്കാത്ത സിമ്പിളായിട്ട് കൂടിന് പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ. ഈ ലോ എന്ന് പറയുന്നത് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് ഓർത്താൽ മതി. നമ്മൾ എന്തോരം ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം എളുപ്പത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിലോ ഇരുമ്പും തൊഴിലും ഇരിക്കെ കിടന്ന് പറയുന്നത് പോലെ ആ സംഭവം പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലോവിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ലോ ഓഫ് യൂസ് ആണ്. നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യും, നമുക്ക് എളുപ്പത്തിൽ ആ കാര്യം പിന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇതേ സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, ലോ ഓഫ് ഡിസ്യൂസ്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാൾ ഇരിക്കുകയാണെങ്കിൽ അത് നശിച്ചു പോകും. കുറേ നാൾ കഴിയുമ്പോൾ അത് ഡീക്കേ ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ലോ ഓഫ് ഇഫക്റ്റ് ആണ്. കഷ്ടപ്പെട്ടിട്ട് ഈ പൂച്ച കൂടിന് പുറത്തേക്ക് വന്നു എന്ന് വിചാരിക്കാം.
മീൻ കണ്ടിട്ടാണ് പൂച്ച പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഈ മീനിനെ അവിടെ നിന്ന് മാറ്റിയെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? പൂച്ച കൂടുതൽ വിഷമിക്കുകയല്ലേ. ഒന്നാമത് വിശന്നിരിക്കുകയാണ്, കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ എന്താണ്, മീനില്ല, പൂച്ച വിഷമിക്കും. എല്ലാ ദിവസവും ഇതേ പരിപാടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്നും വിശക്കണ പൂച്ചയെ പിടിച്ച് കൂട്ടിലിടുന്നു, പുറത്ത് മീൻ വെക്കണു, പൂച്ച കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ മീൻ മാറ്റി. എന്താണ്ടാവുക? അവസാനമൊക്കെ ആകുമ്പോൾ പൂച്ച വിചാരിക്കും വിശന്ന് ചത്താലും കുഴപ്പമില്ല, ഞാൻ കൂടിന് പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് വിചാരിക്കും. അതേ സംഭവം തന്നെയാണ് കുട്ടികളിലും ഉണ്ടാവുക. കുട്ടികൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അവരെടുക്കുന്ന ഒരു എഫേർട്ടിന് നമ്മൾ കൃത്യമായിട്ട് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ്, ഒരു റിവാർഡ് കൊടുക്കണം. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് പിന്നെയും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതേസമയം അത് ഡിസ്പ്ലഷറാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു സന്തോഷം കൊടുക്കുന്നില്ല, കുട്ടിയെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ കുട്ടിക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് 3 ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ. ഈ ലോസ് ഞാൻ പറഞ്ഞു. എന്താണ്? SR കണക്ഷൻസ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ലോസാണ് ഈ 3 പറഞ്ഞത്. കുട്ടിയിൽ നമ്മൾ റെഡിനെസ് ഉണ്ടാക്കിയെടുക്കണം, ഓരോ ആക്ടിവിറ്റീസും കുട്ടിയെ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. മൂന്നാമത്തത്, കുട്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന് കറക്റ്റായിട്ടുള്ള റിവാർഡ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ്, റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഇത് കൂടാതെ കുറച്ച് സബോർഡിനേറ്റ് ലോസും കൂടെ തൊണ്ടയ്ക്ക് പറയുന്നുണ്ട്. സബോർഡിനേറ്റ് ലോസിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻസ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തേതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി, ഒരു മെത്തേഡ് ഫോളോ ചെയ്തു നോക്കിയപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. പിന്നെയും അതേ മെത്തേഡ് തന്നെ വീണ്ടും ഫോളോ ചെയ്തു, പിന്നെയും തെറ്റാണെന്ന് മനസ്സിലായി, പിന്നെയും അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു. അങ്ങനെയാണ് ഒരാൾ ചെയ്തു പോവുക? അല്ല അല്ലേ? നമ്മൾ ആദ്യം ഒരു മെത്തേഡ് ചെയ്തു, അത് തെറ്റായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത മെത്തേഡിലേക്ക് കടക്കും, പിന്നെ അടുത്ത മെത്തേഡിലേക്ക് കടക്കും, അല്ലേ? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാതെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്പോൺസുകൾ തരും എന്നുള്ളതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസിൽ പറയുന്നത്. അത് ലേണിങ്ങിൻ്റെ ഒരു രീതിയാണ്. സാധാരണ കുട്ടികൾ അങ്ങനെയാണ്. നമ്മളായാലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഒരേ വഴി തന്നെ ചിന്തിക്കാതെ പല വഴികളിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. രണ്ടാമത്തേതാണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയാം. ഇത് നമ്മുടെ റെഡിനെസ് പോലെ തന്നെ ഉള്ള ഒരു ലോ ആണ്. നമുക്ക് പഠിക്കാൻ ഒരു മെൻ്റൽ റെഡിനെസ് ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ അതിനോടൊന്ന് സെറ്റ് ആവണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു കുട്ടി എങ്ങനെയും ജയിച്ചാൽ മതി, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് കുട്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കാര്യമായിട്ട് അങ്ങനെ പഠിക്കുന്നില്ല. പക്ഷെ എനിക്ക് നല്ല മാർക്കോട് കൂടെ പാസ്സാവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ആ ടാസ്ക്, ലേണിംഗ് എന്ന് പറഞ്ഞ ടാസ്ക് കുട്ടി എന്ത് ചെയ്യും? നന്നായിട്ട് ചെയ്യും. അപ്പോൾ ലേണിംഗ് നടക്കണമെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ്, റെഡിനെസ് പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ത്? ആറ്റിറ്റ്യൂഡ്, കുട്ടിയുടെ ഒരു മനോഭാവം. മൂന്നാമത്തേതാണ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോബ്ലം കിട്ടി, ആ പ്രോബ്ലം കിട്ടിയിട്ട് സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വഴികളാണ് നോക്കുക, അല്ലെങ്കിൽ ആവശ്യമുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഒഴിവാക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് ഫിഗറുകൾ തന്നു വിചാരിക്കും. ഫിഗർ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, സർക്കിള്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ തന്നിട്ട് ഇതിൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ സമയത്ത് കുട്ടി നോക്കുക എന്തായിരിക്കും? സൈഡുകളായിരിക്കും എണ്ണുക, അല്ലേ? അല്ലാതെ അതിൻ്റെ കളർ എണ്ണാൻ പോവോ? അങ്ങനെ ചെയ്യില്ല. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആവശ്യമായിട്ടുള്ള എലമെൻ്റ് ഏതാണോ അതാണ് കൂടുതൽ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത എലമെൻസിനൊക്കെ ഒഴിവാക്കി വിടും. അതാണ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ലോയാണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി. അതായത് ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മുന്നേ ഏതെങ്കിലും സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഇവിടെയും നമ്മൾ ഉപയോഗിക്കും. അതായത് രണ്ട് സിറ്റുവേഷനിലെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരേപോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിച്ചത് ഇവിടെയും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. അത് ലേണറുടെ സ്വഭാവമാണ്. അതാണ് ലോ ഓഫ് അനലോഗി പറയുന്നത്. അവസാനത്തേതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്.
നമ്മുടെ പാവ്ലോവിൻ്റെ തിയറി ആയിട്ട് സാമ്യമുള്ള ഒരു ലോ ആണ് കേട്ടോ. അതായത് ഒരു സ്റ്റിമുലസ് കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസ് വേറൊരു സ്റ്റിമുലസ് 1 കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്താണ് നമ്മുടെ ലേണറിൻ്റെ വീക്ക്നെസ് പിടിക്കണം. നേരത്തെ കഴിഞ്ഞ തിയറിയിൽ നമ്മൾ പറഞ്ഞു ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിച്ചെടുത്തില്ലേ, അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ലേണറിന് പറ്റാവുന്ന എന്ത് കാര്യം നമുക്ക് നേടിയെടുക്കാം. അതിന് നമ്മൾ ഈ സ്റ്റിമുലസുകളെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലേണറിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഉദ്ദേശ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലസിൽ നിന്ന് കിട്ടിയിരുന്ന റെസ്പോൺസ് മറ്റൊരു സ്റ്റിമുലസ് ഷിഫ്റ്റ് ആയാലും അതേ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് തൊണ്ടേക്ക് പറഞ്ഞ ലോസ്. ബേസിക് ലോസും പറഞ്ഞു നമ്മൾ, സബോർഡിനേറ്റ് ലോസും പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ലോകളിൽ നിന്ന് എടുത്താൽ മതി. ഒന്നാമത്തെ കാര്യം റെഡിനെസ്. നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് എന്ത് വേണം? കുട്ടിയെ ആദ്യം റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ റെഡിയാക്കാൻ പറ്റുക? റെഡിയാവും എന്ന് പറഞ്ഞാൽ കുട്ടി റെഡിയാവും? ഇല്ല. കുട്ടിയെ റെഡിനെസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മൾ അവനെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് നടക്കാൻ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് മോട്ടിവേഷൻ. കുട്ടിയെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? മോട്ടിവേഷൻ. രണ്ടാമത്തത് എക്സർസൈസ് ആണ്. അത് തന്നെ പഠിച്ച ഒരു കാര്യം പിന്നെയും ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ, എക്സർസൈസ് ചെയ്യാനുള്ള അവസരം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഒരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനാണ്. അപ്പോൾ കൂടുതൽ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഓഫ് യൂസ് അത് സ്ട്രെങ്തൻ ചെയ്യും. ആ കാര്യം കുട്ടിക്ക് സ്ട്രെങ്തൻ ചെയ്ത് വരും. മൂന്നാമത്തത് ഇഫക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൂച്ച കഷ്ടപ്പെട്ട് പുറത്തേക്ക് വന്നാൽ നമ്മൾ മീൻ മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആക്ടിവിറ്റിക്ക് ഒരു ഫലം ഇല്ലാണ്ടേ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളും കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റിക്ക് അതിന് നല്ലൊരു പ്ലഷർ കൊടുക്കുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് റിവാർഡ്സോ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇൻസെൻറ്റീവ്സ് അങ്ങനെ നല്ല കാര്യങ്ങൾ കൊടുത്തിട്ട് കുട്ടിയെ ഒന്നും കൂടെ പ്രോത്സാഹിപ്പിക്കുക. ഒന്നുകൂടെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതോടുകൂടി കുട്ടി നമ്മൾ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിയമങ്ങളിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ ഈ ഒരു ലോ നോക്കാം, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി. അത് നമ്മൾ എന്താ പറഞ്ഞത്? സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ മുന്നത്തെ സിറ്റുവേഷനിൽ ഉപയോഗിച്ച കാര്യം പുതിയ സിറ്റുവേഷനിൽ കുട്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതേ കാര്യം. അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിപ്പിക്കുമ്പോൾ അതിനെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള സാധനമായിട്ട് ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കിത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ ലിങ്കുകൾ അല്ലെങ്കിൽ കണക്ഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ അത് പ്രീവിയസ് ആയിട്ടുള്ള സിമിലർ സിറ്റുവേഷൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ബന്ധം കൂടെ കുട്ടിയെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് അത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും ട്രയൽ ആൻഡ് എറർ തിയറിയും. താങ്ക് യു.